എവ്രി വൺ, അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് 2024-25 HS സബ് ഡിസ്ട്രിക്റ്റ് ലെവൽ എക്സാമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെ പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൻ വാലിദു APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ പിതാവ് ആരാണ്? സൈനുൽ ആബിദീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൻ ഹുവ അഷ്ഹറു ശുഅറാഉ മിഹ്ജർ. മിഹ്ജർ കവികളിൽ പ്രശസ്തൻ ആരാണ്? ആൻസർ ഖലീൽ ജിബ്രാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഖ്തറ ഷാസ് കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഹഫ്ലത്തു നിസ, അയ്യത്തുഹൽ അസീസാത്ത്, ജമിഉൽ ഹഫ്ല, അയ്യുഹൽ ഹഫ്ലിൽ കരീം, ഹഫ്ലത്തു സിയാസിയ, അയ്യുഹൽ മുഅ്മിനൂൻ, ഹഫ്ലത്തു ഫിൽ മദ്രസ, അയ്യുഹൽ തുല്ലാബുൽ അഇസ. ഇത് ഓരോ വേദികളിലും പറയുന്ന വേർഡാണ്. അപ്പം രാജ്യസഭയിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ അയ്യുഹൽ മുഅ്മിനൂൻ വിശ്വാസികളെ എന്ന് പറയില്ലല്ലോ, അവിടെ അയ്യുഹൽ ഇൻസാൻ മനുഷ്യന്മാരെ എന്നല്ലേ പറയുള്ളൂ. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ റോങ്, ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മൻ മുഅല്ലഫു ഗനിയു വൽ ഫക്കീർ. പണക്കാരനും പാവപ്പെട്ടവനും എന്നത് ആരാണ് രചിച്ചത്? ഒരു പുസ്തകത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരാളെ രചനയുടെ പേരാണ്. അത് ആരാണ് രചിച്ചത്? മുസ്തഫ ലുത്ഫി മൻഫലൂത്തി പറഞ്ഞ ആളാണ് കേട്ടോ, മുസ്തഫ ലുത്ഫി മൻഫലൂത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഖ്തറ കലിമ ലി ബോർഡിംഗ് പാസ്. ബോർഡിംഗ് പാസിന് എന്താണ് പറയുക? അതിന് അറബിയിൽ പറയുന്ന വേർഡാണ് വേണ്ടത്. എന്താണ്? ബിത്താക്കത്തു സിഊദ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സക്കീം മരിയോൾ വസീം ഡാഷ്. സക്കീം അതേപോലെ മരിയോൾ, ഇത് രണ്ടും എന്താണ്? ഒരേ മീനിങ് ആണ് അല്ലേ? ഇതിന് രണ്ടിനും രോഗി എന്ന് പറയുന്ന മീനിങ് ആണുള്ളത്, സക്കീമിനും മരിയോളിനും. അപ്പോൾ വസീമിൻ്റെ അതേ മീനിങ് വരുന്ന വേറൊരു വേർഡ് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഏതാണ്? ജമീൽ അല്ലേ? മനോഹരമാണ് രണ്ടും. ഓക്കെ, അപ്പോൾ മനോഹരം എന്നാണ് രണ്ടിനും അർത്ഥം വരുന്നത്. അപ്പോൾ വസീം അതിൻ്റെ ഇവിടെ ഡാഷ് ഇട്ടെടുത്ത് ജമീലാണ് വരിക. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ലഹ്മി മിനദ്ദാഖിൽ വഅദ്മി ഫിൽ ഖാരിജ് മൻ അന. ലഹ്മി എൻ്റെ മാംസം ഉള്ളിലാണ്, ഫിദാഖിൽ, വഅദ്മി എൻ്റെ എല്ലുകൾ, ഫിൽ ഖാരിജ് പുറത്താണ്, മൻ അന ഞാൻ ആരാണ്? സുൽഹഫാത്താണ് കേട്ടോ. സുൽഹഫാത്തിനല്ലേ പുറത്തെല്ലുകളായിട്ട് വരുന്നത്. ഓക്കെ, സുൽഹഫാത്ത് വെച്ചാൽ ആമ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മുദരിസ ജമഉഹു മുദരിസാത്ത് ഡാഷ് ജമഉ ഷഖ്സിയാത്ത്. അതായത് മുദരിസത്തിൻ്റെ ജമ്മാണെന്ത്? മുദരിസാത്ത്. അപ്പോൾ ഷഖ്സിയാത്തിൻ്റെ മുഫ്രദ്, അതായത് ഷഖ്സിയാത്ത് ജമാണല്ലോ, അപ്പോൾ അതിൻ്റെ മുഫ്രദാണ് നമ്മൾ ചോദിച്ചത്. ഏതാണ്? ഷഖ്സിയത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മന്നാല T20 കഅ്സുൽ ആലം ലി ക്രിക്കറ്റ് 2024. 2024 ക്രിക്കറ്റ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ആരാണ് ജേതാക്കളായിട്ടുള്ളത്? ആരാണ് വോൺ ചെയ്തത്? അൽ ഹിന്ദ്, ഇന്ത്യയാണ് കേട്ടോ. ജാഹിൽ ലിദ്ദുഹു ആക്കിൽ. ജാഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെ പറയുന്നതാണ്. ലിദ് എന്താണ്? ആക്കിൽ, ബുദ്ധിമാൻ. ഓക്കെ, ഇനി ദാമിസ് എന്ന് പറയുമ്പം എന്താണ്? ഇരുട്ടാണ്. അതിൻ്റെ ലിദ് എന്താണ്? ഓപ്പോസിറ്റ് എന്താണ്? നൂർ, വെളിച്ചം. അപ്പോൾ ഓപ്ഷൻ കേട്ടോ. ഫി അയ്യി സൂറത്തി വസ്ഫ ഹാദിസ അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിൻ്റെ പേര് പരാമർശിച്ച സൂറത്ത് ഏതാണ്? സൂറത്തുൽ അബസ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൻ മുക്തശഫ ഉസ്തറാലിയ, അതായത് ഓസ്ട്രേലിയ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് കുക്ക്. ഓക്കെ, ഐന ജറ അൽ മുഅ്തമറ സാദിസ വസിത്തൂന ലി ഇത്തിഹാദിൽ മുഅല്ലിമിൽ അറബിയ കേരള ലി വിലായത്ത് കേരള. കേരള സംസ്ഥാനത്തിൻ്റെ ഇത്തിഹാദിൽ മുഅല്ലിമിൽ അറബിയ കേരള എന്ന് വെച്ചാൽ KTF ആണ് കേട്ടോ, കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ. ഇത്തിഹാദിൽ മുഅല്ലിമിൽ അറബിയ കേരള. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചോളാം.
ഇത്തിഹാദിൽ മുഅല്ലിമിൽ അറബിയ കേരള എന്ന് വെച്ചാൽ KTF. കേരള സംസ്ഥാനത്തിൻ്റെ KTF സംഘടനയുടെ 66ാം സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെ വെച്ചിട്ടാണ്? തിരുവനന്തപുരം. ഓപ്ഷൻ എ. ഓക്കെ, തിരുവനന്തപുരം. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. സിനിമ മലയാളമി തമ്മ ഇഖ്തിയാറ ലിജായിസത്തിൽ ഓസ്കാർ ഫി ആമ 2023 വർഷത്തിൽ മലയാളത്തിലെ ഏതോ ഒരു സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏത് സിനിമയ്ക്കാണ് ഓസ്കാർ അവാർഡ് കിട്ടിയത്? ഏതിനാണ്? 2018 എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൻ തർജമ യാ അല്ലാ ഇല ലോകത്തിൽ അറബിയ. അറബി ഭാഷയിലേക്ക് യാ അല്ലാ എന്ന കവിത, യാ അല്ലാ എന്നത് കവിതയാണ്, അത് കമല സുരയ്യയാണ് എഴുതിയത്. അത് അറബിയിലേക്ക് തർജ്ജമ ചെയ്തത്, ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? മുഹ്യുദ്ദീൻ ഇബ്നു അലി. ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാ ഹിയൽ മദീനത്തില്ലത്തി ഇഖ്താറത്തുഹ അൽ യുനെസ്കോ അവല മദീനത്തിൽ അദബി ഫിൽ ഹിന്ദ്. ഇന്ത്യയിൽ ഏത് പട്ടണത്തിനാണ് സാഹിത്യ നഗരിയായി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏത് പട്ടണമാണ് സാഹിത്യ നഗരിയായി പ്രഖ്യാപിച്ചത്? ഏത് പട്ടണമാണ്? കോഴിക്കോട്. കാലിക്കൂത്ത് എന്നാണ് നമ്മൾ കോഴിക്കോടിന് അറബിയിൽ പറയാം. ഓപ്ഷൻ ബി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബനാ ഷാജഹാൻ താജ്മഹൽ തിസ്കാരി സൗജത്തിഹി. ഷാജഹാൻ എന്ത് ചെയ്തു? താജ്മഹൽ പണിതു. ആർക്ക് വേണ്ടിയിട്ടാണ്? തിസ്കാരി എന്തിനാണ്? ഓർമ്മയ്ക്കായിട്ട്. സൗജത്തി അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. വൈഫിൻ്റെ പേരാണ് അവിടെ കൊടുക്കുന്നത്. എന്താണ് പേര്? മുംതാസ് മഹൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫി അയ്യി ദുഫ്അത്തിൻ ഹസല ഇറാസിനഗാൽ അലൽ മർത്തബത്തിൽ ഊല ഫി ഇംതിഹാനിൽ ഖിദ്മത്തിൽ ഇദാരിയത്തിൽ ഹിന്ദിയ. അതായത് IAS അറിയില്ലേ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഏത് വർഷത്തിലാണ് ഏത് ബാച്ചിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറാസിനോയിലിന് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? റാങ്ക് 1 ആയത്? അതായത് ഇറാസിനോയിൽ ഏത് ബാച്ചിലായിരുന്നു റാങ്ക് 1 ആയിട്ടുണ്ടായിരുന്നത്? IASൽ റാങ്ക് 1 ആയിട്ടുണ്ടായിരുന്നത് ഏത് വർഷത്തിലാണ് അവൾ റാങ്ക് 1 ആയത് എന്നാണ് പറയേണ്ടത്. ഏത് വർഷത്തിലായിരുന്നു? ഓപ്ഷൻ സി 2014. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇസ്മുൻ മൻസൂബുൻ വഖഅ അലൈഹി ഫിഅലിൽ ഫാഇൽ. അതായത് ഇസ്മ മൻസൂമാവുന്നത് എപ്പോഴാണെന്നാണ്, ഏത് സാഹചര്യത്തിലാണെന്നാണ്? ഫായിലാണോ? അല്ല, മഫ്ഊലും ബിഹിയാണ് കേട്ടോ ഇസ്മ മൻസൂബാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ട്രയാങ്കിളിന് മുസല്ലസ് എന്ന് പറയും, റൗണ്ടിന് ദാഇർ എന്ന് പറയും, റെക്റ്റാങ്കിളിന് എന്താണ് പറയുക? എന്താണ്? മുസ്തത്തീൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.